നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനിടെ മുളകു കടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ ഒളിപ്പിച്ചു വെച്ച പലഹാരങ്ങൾ കട്ടു തിന്നുമ്പോഴോ ഒരു ശല്യം പോലെ നമുക്ക് ഇക്കിൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമാർ പറയും, ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കടാ എന്ന്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും ഇക്കിൾ പമ്പ കടന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ഇക്കിൾ കഥ പറയാൻ കാരണം ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൾസനാരോയാണ്. 10 ദിവസത്തിലേറെയായി 24 മണിക്കൂറും ഇക്കിൾ കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു ഈ പാവം. അദ്ദേഹത്തിന്റെ കുടലിലെ തടസ്സമായിരുന്നു ഇക്കിളിന് കാരണമെന്ന അനുമാനത്തിൽ ശസ്ത്രക്രിയ പൂർത്തിയായി ഇപ്പോൾ ആശുപത്രിയിൽ വിശ്രമത്തിലാണ്. 3 വർഷം മുൻപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വയറ്റിൽ ഗുരുതരമായി കുത്തേറ്റിരുന്നു. മുറിവ് ഗുരുതരമായതോടെ 40% രക്തം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അപകടത്തിന് ശേഷം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആരോഗ്യനില മോശമായ പ്രസിഡന്റിനെ 6 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അതിനുശേഷം ബോൾസനാരോയ്ക്ക് അനുബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറാതെയുണ്ട്. അന്ന് കുടലിൽ ശസ്ത്രക്രിയ നടത്തിയ സർജനാണ് പ്രസിഡന്റിനെ സാവോ പോളോയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. ഒരു ശാരീരിക അവസ്ഥയായ ഇക്കിളിനോടൊപ്പം ഒരു പ്രത്യേക ശബ്ദവും ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ള ഇക്കിളിന് പല കാരണങ്ങളാണുള്ളത്. വളരെ ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുന്നതും ദഹനനാളിയിലെയും ശ്വസനേന്ദ്രിയത്തിലെയും തകരാറുകളും ഇക്കിളിന് കാരണമായേക്കാം. ചില രോഗങ്ങൾ കാരണവും ഇക്കിൾ അനുഭവപ്പെടാറുണ്ട്. സാധാരണയായി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇക്കിൾ നീണ്ടു നിൽക്കാറുള്ളൂ. ഒരു സമയപരിധിയിൽ കൂടുതൽ നേരം ഇക്കിൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ഏതാനും പ്രാവശ്യം ദീർഘമായി ശ്വസിക്കുന്നതും ഒരു ഗ്ലാസ് വെള്ളം വളരെ സാവധാനത്തിൽ കുടിക്കുന്നതും ഫലപ്രദമായ പരിഹാര മാർഗമാണ്. കുട്ടിച്ചാത്തന്മാരാണ് ഇക്കിളിന് കാരണമെന്നാണ് ചില ഇംഗ്ലീഷുകാരുടെ വിശ്വാസം. ഹിക്കപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ ഇക്കിളിന് പറയുന്നത്. മലയാളത്തിൽ ഇക്കിൾ എന്ന വാക്കുണ്ടായത് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. തമിഴിൽ വിക്കിൾ എന്നും ഹിന്ദിയിൽ ഹിച്കി എന്നും പറയുന്നു. ഈ വാക്കുകളും ഹിക്കപ്പിനോട് അടുത്ത് നിൽക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഹിച്കി എന്ന ബോളിവുഡ് സിനിമയിൽ ഇക്കിൾ സംബന്ധമായ അസുഖം അഥവാ ടുററ്റ് സിൻഡ്രോം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അധ്യാപികയുടെ വേഷത്തിൽ റാണി മുഖർജി എത്തിയിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റിസ് പറഞ്ഞിരുന്നത് കരളിനുണ്ടാകുന്ന വീക്കം കാരണമാണ് ഇക്കിൾ ഉണ്ടാകുന്നതെന്നാണ്. എന്നാൽ ഗാലൻ പറഞ്ഞത് ആമാശയത്തിനുള്ളിലെ അജ്ഞാതവും അസാധാരണവുമായ ഏതോ ഒരു പ്രക്രിയ കാരണമാണെന്നാണ്. 1833 ഷോർട്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇക്കിളിന് ഡയഫ്രം എന്ന പേശിയുമായും അതിലേക്കുള്ള ഫ്രെനിക് നെർവുമായുള്ള ബന്ധം കൃത്യമായി പറഞ്ഞത്. 13-ാം നൂറ്റാണ്ടിൽ കപ്പലിൽ ലോകം ചുറ്റിയ വെനിസുകാരനായ കപ്പൽ സഞ്ചാരി മാർക്കോ പോളോ വെനിസിലെ ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രാക്കുറിപ്പുകൾ ഇപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ വിലമതിക്കാനാവാത്ത രേഖകളാണ്. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം എഴുതിയ വിവരണങ്ങളെല്ലാം ഭാവനാ സൃഷ്ടികളാണെന്നും മറ്റുമാണ് അന്നുവരെ മറ്റു ലോകങ്ങൾ കാണാത്ത യൂറോപ്യന്മാർ കരുതിയിരുന്നത്. യൂറോപ്യന്മാർക്കിടയിലെ അദ്ദേഹത്തിന്റെ പേർ വളരെ കാലം നുണയൻ എന്ന വാക്കിന് പര്യായമായി എന്നത് ചരിത്രമെന്നാൽ അദ്ദേഹം ഇക്കിൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളായിരുന്നു എന്നത് അധികം ആരും അറിയാത്ത ചരിത്രമാണ്. പോപ്പ് പയസ് 12-ാമനും അമേരിക്കൻ പ്രസിഡന്റുമായ ജോൺ എഫ് കെനഡിയും ഇക്കിൾ കാരണം കഷ്ടപ്പെട്ടിരുന്നവരാണ്. നാക്ക് പുറത്തു വലിച്ചു പിടിച്ചാണ് കെനഡി ഇക്കിളിനെ പ്രതിരോധിച്ചിരുന്നത്. ചാൾസ് ഓസ്ബോൺ എന്ന അമേരിക്കക്കാരൻ ഗിന്നസിൽ കയറി പറ്റിയത് ഇക്കിൾ കാരണമാണ്. 1922 മുതൽ 1990 വരെ 68 വർഷമാണ് അദ്ദേഹം ഒരിക്കലും മാറാത്ത ഇക്കിളിനൊപ്പം ജീവിച്ചിരുന്നത്. 2006 ഇംഗ്ലണ്ടിലെ ലിങ്കൺ ഷെയറിൽ താമസിച്ചിരുന്ന ക്രിസ്റ്റഫർ സാൻസ് എന്ന വ്യക്തിയുടെ ഇക്കിൾ ഏകദേശം 3 വർഷത്തോളം നീണ്ടു നിന്നിരുന്നു അത്രേ. സംഗീതജ്ഞനും ഗായകനുമായ അദ്ദേഹത്തിന്റെ ഭാവി ഇക്കിൾ കവർന്നെടുത്തിരുന്നു. ഉറങ്ങുന്നതിലും അദ്ദേഹത്തിന് കാര്യമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒടുവിൽ 2009 സാൻസിന് മാധ്യമ ശ്രദ്ധ ലഭിച്ചതോടെ അമേരിക്കയിലെ ഡോക്ടർമാർ സാൻസിനെ വിശദമായി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇക്കിളിന് കാരണം തലച്ചോറിലുള്ള ട്യൂമർ ആണെന്ന് കണ്ടെത്തി. ട്യൂമർ നീക്കം ചെയ്തതോടെ ഇക്കിളും ഇല്ലാതെയായി. ഫ്ലോറിഡയിലെ ജെനിഫർ മീ 35 ദിവസത്തേക്ക് മിനിറ്റിൽ 50 തവണയിൽ കൂടുതലാണ് ഇക്കിൾ കാരണം ദുരിതം അനുഭവിച്ചിരുന്നത്. എന്തായാലും ശസ്ത്രക്രിയ പൂർത്തിയായി വിശ്രമത്തിലിരിക്കുന്ന ബ്രസീൽ പ്രസിഡന്റ് ജയർ ബോൾസനാരോ ഉടൻ മടങ്ങിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.